നമ്മുടെ ഇന്ത്യൻ ജനതയുടെ ഒരു പ്രത്യേകത, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും സകലതിലും ദൈവത്തെ കാണുന്ന രീതിയാണ്. നമ്മുടെ രാമായണം സീരിയൽ കേരളത്തിലെ ചാനലുകളിൽ വന്നപ്പോൾ അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളാണ്. അതൊരു പ്രോജക്റ്റാണ്, സിനിമയാണ്, അല്ലെ സീരിയലാണ്. ആ സീരിയലിൽ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് റിമോട്ട് കൺട്രോളും വെച്ചിട്ട് TV വെച്ചുകൊണ്ടിരുന്ന് അതിൽ രാമൻ വരുമ്പോൾ അവർ തൊഴും, സീത വരുമ്പോൾ അവർ തൊഴും. പിന്നെ അവർ ആരതി ഒഴിഞ്ഞ ഒരുപാട് അമ്മമാരുണ്ട്, ആരതി ഒഴിഞ്ഞവരുണ്ട്, പൂജ നടത്തിയവരുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് പോലെ എടുത്തിട്ട് അത് വീട്ടിൽ വെച്ച് പൂജിച്ചവരുണ്ട്. വലിയതാണ്. ഇന്ത്യയിൽ രാമക്ഷേത്രം പണിയുന്നതിലും BJPക്കും RSSനും വലിയ ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തൊരു സംഭവമാണ് ഈ രാമായണം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ സീരിയലുകൾ, സിനിമകൾ, ഇപ്പോൾ രാജമൗലിയുടെ നേരത്തെ വന്നിട്ടുള്ള സിനിമകൾ, ബാഹുബലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊരു ഹൈന്ദവ മുന്നേറ്റത്തിനുള്ള ഒരു സിനിമയാണത്. ഇപ്പോൾ വീണ്ടും അടുത്ത സിനിമ വരുന്നത് പേര് കൊണ്ട് തന്നെ ആളുകൾ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഒരുപാട് ചേട്ടന്മാരുടെ ബോഡി ലാംഗ്വേജ് മാറും, BP കൂടും, ഒരു പൊട്ടും, വേണ്ട കുഴപ്പമായിരിക്കും. വരാൻ പോവുകയാണ് സിനിമ വാരാണസി. സ്വാഭാവികമായിട്ട് വാരാണസി പോലുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ അതിൽ ഹിന്ദു ആചാരങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ല, രാജാക്കന്മാരെ കാണിക്കാതിരിക്കാൻ പറ്റില്ല, അതിൻ്റെ രാജകത്തിൻ്റെ അടയാളങ്ങൾ, ആ കാലഘട്ടത്തിലെ അടയാളങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല, സ്ഥലങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല, വാളും പരിചയം കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇത് എന്ത് കാണിച്ചാലും പിന്നെ കാവിക്കൊടി കാണിക്കാതിരിക്കാൻ പറ്റത്തേ ഇല്ല. തീർച്ചയായിട്ടും കാവിക്കൊടി അതിനകത്ത് വരും. അപ്പോൾ കാവിക്കൊടി വരുന്നു, പിന്നെ സ്വാമി വരുന്നു, സന്യാസി വരുന്നു. രാജമൗലി ഒരു പണിയൊന്നാണ് തോന്നുന്നത്. അതിനകത്ത് മലയാളിയുടെ ഈ ഒരു ലാംഗ്വേജ് ഒന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മലയാളിയുടെ വായടയ്ക്കാൻ വേണ്ടി പൃഥ്വിരാജിനെ പിടിച്ച് അതിനകത്ത് എന്താക്കി വെച്ചിട്ടുണ്ട്, ഒരു വില്ലനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് വില്ലനാക്കിയ ഇവിടുത്തെ ഏതെങ്കിലും ഇടതുപക്ഷ ഫോൾഡറിലുള്ള സഹാക്കളടക്കം മല്ലിക സുമാരനും അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിനും എതിരെ, അല്ലെങ്കിൽ അയാളെ വേറൊരു മകനുണ്ടല്ലോ അവനെതിരെ വരുമോ? മല്ലികയൊക്കെ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ പൃഥ്വിരാജിനെയും കൂടെ വില്ലനാക്കി വെച്ച് രാജമൗലിയുടെ അതിമനോഹരമായ ഒരു സിനിമ വരുന്നു. ബാഹുബലി കഴിഞ്ഞതിന് ശേഷം വാരാണസി. ആരാണ് ഇതിൻ്റെ പിന്നിലെന്നറിയില്ല, ആരുടെ ബുദ്ധിയായാലും കുറേശ്ശെ ഈ സംഘപരിവാർ അജണ്ടകൾ അല്ലെങ്കിൽ BJP അജണ്ടകൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും കയറി വരുന്നുണ്ട്. അപ്പോഴാണ് എന്നോട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിലറിയാതെ, മനഃപൂർവ്വമല്ല അറിയാതെയല്ല, നമ്മൾ സ്വാഭാവികമായിട്ടൊരു വാക്ക് പറഞ്ഞു, RSSന് സ്ലീപ്പർ സെല്ലുണ്ടെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. ഉടൻ ചില സഹാക്കളായിരിക്കുവാണോ സംഘികളാണോ ആരാന്നറിയില്ല, അതിൻ്റെ കമൻ്റ് അടിച്ചു, ആരോടാ പറഞ്ഞു തൻ്റെ അടുത്ത് RSSന് സ്ലീപ്പർ സെല്ലുണ്ടെന്ന്. ഇതൊക്കെയാണ് RSSൻ്റെ സ്ലീപ്പർ സെല്ല്. അതായത് RSSും BJPയും കോൺഗ്രസും BJP ഒന്നും നേരിട്ട് ഇങ്ങനെ ഒന്നും പറയുന്നില്ല. എന്നാൽ രാജമൗലിയെ പോലുള്ള ഒരാൾ ഇപ്പോൾ ബാഹുബലിയുടെ സൈറ്റ് റിക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഹൈദരാബാദിൽ രാമോജിറാവ് സിറ്റിയിൽ. അപ്പം ഞാനൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്ര മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അടുത്തൊരു മെഗാ ബമ്പർ നമ്മളൊക്കെ പോയിരുന്ന് കാണും. വളരെ വലിയൊരു മെഗാ ബമ്പർ വരുന്നു. എല്ലാ സഹാക്കളും പോയിരുന്ന് കാണും. പിന്നെ പോയിരുന്ന് കുത്തും, കമ്പ്യൂട്ടറിൽ കുത്തും, ലാപ്ടോപ്പിൽ കുത്തും, അല്ലെങ്കിൽ മൊബൈലിൽ കുത്തും, ഫേസ്ബുക്കിൽ കുത്തും. ആരടാ പിടിയിടാന്ന് പറയും. ആ സമയം കൊണ്ട് ഗംഗയിലെ വെള്ളം, കാവേരിയിലെ വെള്ളം, അല്ലെങ്കിൽ സിന്ധുവിൻ്റെ വെള്ളം ബീഹാറിൽ ഒഴുകിയതുപോലെ ഒഴുകി ഒരുപാട് പോയി കഴിയും. ഇത് മനസ്സിലാക്കാൻ ഇന്ത്യയിൽ ആർക്കും കഴിയുന്നില്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒട്ടും കഴിയുന്നില്ല.